ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറച്ച് ചേരുവ കൊണ്ട് ചെയ്തെടുക്കാവുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഒരു 5-10 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് പഴുത്ത മാങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ചെറിയ പഴുത്ത മാങ്ങ തൊലിയേക്കാളും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ട് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാരയും മാങ്ങയും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതിവിടെ നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടുന്നത് തേങ്ങ ചിരകിയതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു അരമുറി തേങ്ങയൊന്ന് ചിരകി മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തുകൂടി എടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നവരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ച് വെച്ച് തേങ്ങയുടെ കളറ് ചേഞ്ച് ആവാതെ വേണം നമ്മളിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ. ഇപ്പം തേങ്ങ ഇവിടെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായി വരുമ്പോൾ നമുക്കിതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ നമുക്കൊന്ന് മാറ്റി വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ഈ മാങ്ങയുടെ പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങയും മാങ്ങയുടെ ഈ ഒരു മിക്സും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് പാൽപ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഈ സമയത്തെല്ലാം തീയൊന്ന് കുറച്ച് വെച്ച് തന്നെ വേണം ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 2 കയ്യിലും ഒരല്പം നെയ്യൊന്ന് തേച്ചതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുത്ത ശേഷം നമ്മളിവിടെ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന ഈ തേങ്ങയുടെ മിക്സിലേക്ക് ഇതൊന്ന് മുക്കി ഇതിൻ്റെ പുറഭാഗം എല്ലാം തേങ്ങ കൊണ്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടി തേങ്ങ കൊണ്ടൊന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ മാങ്ങ വെച്ച് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.